നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 6-ാമത്തെ അധ്യായം യജ്ഞവിധി എന്ന പേരിൽ പറയുന്നു. ഹരേ ഗുരുവായൂരപ്പ. 15-ാമത്തെ ഭാഗമായിട്ട് 54-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ ഇതുവരെ നമ്മൾ കേൾക്കാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല, അവിടേക്ക് വരരുത് എന്നൊക്കെ രീതിയിലുള്ള ഈ നാസ്തികരെ, നിഷേധികരെ, അല്ലെങ്കിൽ വിപരീതം നിൽക്കുന്നവരെ ആണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. ഇനി ദീനന്മാർ തൊട്ടുള്ളവരെ ഇത് കേൾപ്പിക്കണം എന്നും പറയുകയാണ്. കാരണം എല്ലാവരുടെയും പാപം ഇല്ലാണ്ടാവും. 54-ാമത്തെ ശ്ലോകം. ശ്ലോക നമ്പറിൽ ലേശം വ്യത്യാസം ഉണ്ടാവും, നോക്കണം. ദരിദ്രശ്ച ക്ഷയീരോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ശൃണുയാച്ച കഥാമിമാം. ദാരിദ്ര്യം. എന്താ ദാരിദ്ര്യം? ദാരിദ്ര്യം എന്നുള്ളതൊരു ദീനതയാണ്. നമ്മൾ സാധാരണ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ധനമില്ലായ്മ എന്നാണ് പറയുക. അങ്ങനെയല്ല, അത് ശ്വസിക്കാൻ പറ്റായിക, വെള്ളം കുടിക്കാൻ വേണ്ട സമയത്ത് കിട്ടായിക, ആഹാരം കിട്ടായിക, കിടക്കാൻ പറ്റായിക, ആഹാര നിഹാര നിദ്രാവിഹാരങ്ങൾക്ക് തടസ്സം വരിക, അതാണ് സ്വതേ ദാരിദ്ര്യം. ഇനി എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ഒരാൾക്ക് എന്നും ദാരിദ്ര്യമാണ്. കോടികളുണ്ടായിട്ട് കാര്യമില്ല. നിത്യദുഃഖിത ദാരിദ്ര്യ. അതിൻ്റെ കാരണം അതാണ്. എന്താണ്? പോരാ പോരാ തോന്നുക, അതുകൊണ്ടാണ്. അപ്പോൾ ദാരിദ്ര്യം. അതേപോലെ ക്ഷയരോഗം. ഇവിടെ ക്ഷയം എന്ന് വെച്ചാൽ ഒരു രോഗം എന്നല്ല, മാറാ രോഗങ്ങൾ മുഴുവൻ, മനസ്സിനെ ആയാലും ശരീരത്തിനെ ആയാലും ബാധിക്കുന്നതായിട്ടുള്ള മാറാ രോഗങ്ങളുള്ളവർ. അതേപോലെ ഭാഗ്യഹീനർ. ഭാഗ്യഹീനർ എന്നുള്ളതിൻ്റെ അർത്ഥം ഭാഗ്യമില്ലാത്തവർ എന്ന് പച്ചമലയാളത്തിൽ പറയുന്ന പോലെ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തവരാണ് ഭാഗ്യഹീനന്മാർ. അപ്പോൾ ദാരിദ്ര്യമുള്ളവർ, ക്ഷയരോഗമുള്ളവർ, ഭാഗ്യഹീനർ. അതിൻ്റെ വിശദീകരണം, എത്ര കിട്ടിയാലും പോരാ എന്ന് തോന്നുന്ന ആ ലോഭമുള്ള, അല്ലെങ്കിൽ വേണ്ടത് വേണ്ട സമയത്ത് കിട്ടാൻ യോഗമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മാറാരോഗങ്ങളുള്ളവർ, ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തവർ. ഇനി അടുത്തതാണ് പാപം ചെയ്തിട്ടുള്ളവർ, പാപികൾ, മഹാപാപികൾ, ഇപ്പോൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ. പിന്നെ അനപത്യോ, കുട്ടികളില്ലാത്തവർ, മോക്ഷകാമഹ, മോക്ഷം വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ. ഇവരെല്ലാവരും ശൃണുയാത്, കേൾക്കുക തന്നെ വേണം. ച കഥാം ഇമാം, ഈ ഭാഗവത കഥയെ കേൾക്കണം. അതായത് നമ്മളിപ്പോൾ ഈ ആദ്യം നിഷേധിച്ചവർ, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നവർ ദുഷ്ടബുദ്ധികൾ. ഇപ്പോൾ ഈ പാപം ചെയ്യുന്നവർ ദുഷ്ടബുദ്ധികളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നിഷേധിച്ചവരൊക്കെ ഇത് കേൾക്കണം. നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു. എങ്കിലും അവരെ എങ്ങനെ കേൾപ്പിക്കണം എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ കഥ കേൾക്കലിന് വിഘ്നം വരികയാണെങ്കിൽ അവരെ വേണ്ട. അപ്പോൾ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ നടത്തണം എന്ന് സാരം. അവരെ കെട്ടിയിട്ടിട്ട് ഒരു റൂമിൽ അടച്ചിട്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ കണ്ട് ഈ കഥയെ കേൾപ്പിക്കാം. അങ്ങനെ കഥ കേൾപ്പിച്ചാൽ ഗുണമുണ്ട്. അത് ആ രീതിയിൽ തന്നെ കേൾപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രായോപവേശം സ്വയമേവ ചെയ്യണു. അതിന് പകരം പട്ടിണിക്ക് ഇട്ടാലും വിരോധമില്ല. അവർ ചെയ്യുന്ന ക്രൂരത, അവർ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ, മൗഢ്യം, അതേപോലെ അവരുടെ പോരായ്മകൾ എന്തോ. ഇപ്പോൾ രോഗമാണെച്ചാൽ അവരെ കെട്ടിയിടേണ്ട ആവശ്യമില്ല, കുട്ടികളില്ലാത്തവരെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. അവർ ദുഃഖിതരാണ്. അപ്പോൾ കുറച്ചൊരു ദുഃഖം അനുഭവിപ്പിച്ചാലാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ എങ്ങനെയായാലും, കാരണം നമ്മൾ ലൗകികരാ, ദുഃഖം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം എടുക്കുള്ളൂ. അപ്പോൾ അവരെ ആ രീതിയിലാക്കിയിട്ട് കഥ കേൾപ്പിച്ചാലും വിരോധമില്ല എന്ന് സാരം. അങ്ങനെ ആക്കണം എന്ന് പറയല്ല. പക്ഷേ അങ്ങനെയെങ്കിലും അവരെ
നേരെയാക്കണം. അത് നമുക്ക് അങ്ങനെ നേരെയാക്കിയാൽ. അപ്പോൾ ഇവിടെ കേൾക്കേണ്ടവർ ദരിദ്രശ്ച ക്ഷയി രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യ മോക്ഷകാമ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമായിട്ട് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ വിളിച്ചു വരുത്തി ധാരാളമായിട്ട് ചോറൊക്കെ കൊടുത്ത് ധനാദി കാര്യങ്ങളൊക്കെ ദാനം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഭാഗവത കഥ കേൾക്കാൻ ഇരുത്തുക. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്തോളൂ, അതിനുള്ള ധനം ഞാൻ തരാം, കൊടുക്കരുത്, തരാമെന്ന് പറയേ പാടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ഇരിക്കും, കേൾപ്പിക്കണം എങ്ങനെയെങ്കിലും. മാറാരോഗമുള്ളവരവിടേക്ക് ഓടുകയൊന്നുമില്ല. അപ്പോൾ അവർ രോഗത്തെക്കുറിച്ച് മറക്കൂ. രോഗം മാറാൻ ഇതൊരു ഔഷധമാണ്. മരുന്ന് കഴിക്കണ പോലെ, ഇഞ്ചക്ഷൻ ചെയ്യണ പോലെ, ആഹാരം ചിലത് പഥ്യം, അങ്ങനെ ആ രോഗത്തിന് ശമനം വരും. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ ഇതും ഒരു മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിക്കുക. അപ്പോൾ മാറാരോഗമായാലും ശരി, രോഗിയായാലും ശരി, മറ്റേ ഭാഗ്യമില്ലാത്ത ആളുകളായാലും അവർക്ക് ഭാഗ്യമില്ല. അപ്പോൾ ആ ഭാഗ്യം ഉണ്ടാവാൻ ഇത് കേട്ടോളൂ. ഭാഗ്യമില്ല എന്നുള്ള ലക്ഷണങ്ങളിൽ വരെ എങ്ങനെയാണ്, നമ്മൾ മനസ്സിന് സന്തോഷമില്ല, ശരീരത്തിനും സന്തോഷമില്ല, സുഖമില്ല. അപ്പോൾ അവർക്കൊക്കെ നിർഭാഗ്യമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ ഇത് മതി. അതേപോലെ പാപകർമ്മം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അജ്ഞത കൊണ്ടും ഉണ്ടാവാം, അറിവില്ലായ്മ കൊണ്ട്. ഏതാ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും, അത് പാപം. പൂർവ്വജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് നമുക്ക് അറിയില്ല, അതുകൊണ്ടാവാം. അതൊക്കെ വരെ ഈ ദീനഭാവത്തിലാണ്. ദൈന്യത അനുഭവിക്കുന്നവർ, അനപത്യത, കുട്ടികളില്ല, മോക്ഷകാമഹ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ ഈ ഭാഗവതം കേൾക്കണം. ശൃണുയാത് ച കഥാം ഇമാം, ഈ ഭാഗവതത്തെ കേൾക്കണം. ദരിദ്രശ്ച ക്ഷയീ രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ശൃണുയാച്ച കഥാമിമാം. അപുഷ്പ കാകവന്ധ്യാച വന്ധ്യായാച്ച മൃദാർഭക സ്രവദ്ഗർഭാചയാ നാരി തയാ ശ്രാവ്യ പ്രയത്നതാം. കുട്ടികളില്ലായ്മ അതൊരു വലിയ ദുഃഖം തന്നെയാണ്. പ്രപഞ്ചം നിലനിൽക്കണമെന്ന് ഭഗവാനും ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, എല്ലാ പുരാണത്തിലും അത് സൂചനയുണ്ട്. അതിനൊരു ഉപായമായിട്ടൊരു മന്ത്രമോ ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. ചിലയിൽ ഒരു കഥയല്ല, ധാരാളം കഥകളുണ്ടാവും. അപ്പോൾ ആ ഭക്തൻ എന്ത് തരത്തിലാണോ ഉപാസിച്ചാൽ അത് ചെയ്താൽ മതി. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപതേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. അഭിമന്യുവിൻ്റെ പത്നി ഉത്തര പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ നാന്യന്തത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമൻ ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത. പ്രഥമസ്കന്ധത്തിൽ കുന്തി സ്തുതി ഉള്ള അധ്യായത്തിൽ കുന്തി സ്തുതിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉത്തര പറയുന്നതായിട്ടുള്ള ഭഗവാനോടുള്ള യാചനയാണ്. ഈ പാണ്ഡവർക്കൊന്നും കൂട്ടിയാൽ എൻ്റെ ഈ ബീജത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇവരൊക്കെ മരണശീലമുള്ളവരാ. മരണശീലമില്ലാത്ത അങ്ങയ്ക്ക് മാത്രമേ എൻ്റെ ഉണ്ണിയെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ ഉണ്ണിയെ രക്ഷിച്ചു തരണം. എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മരിച്ചോട്ടെ. ഈ പാണ്ഡവന്മാർക്ക് ഇനി അടുത്ത ബീജം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ കുലത്തിലെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അവിടെ പാണ്ഡവനാണെങ്കിൽ നമ്മൾ നമ്മുടെ കുലം പറഞ്ഞുവിടാം, അത്രയേ വേണ്ടൂ. ഇവിടെ ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് വിശേഷിച്ചും ഈ കഥ കേൾക്കേണ്ടത്? ആ പുഷ്പ കാകവന്ധ്യ ച വന്ധ്യ യാ ച മൃദാർഭക സ്രവദ്ഗർഭ ച യാ നാരി തയാ ശ്രാവ്യ പ്രയത്നത. അപുഷ്പ, ഈ ഋതുവാകൽ ശരിയായിട്ടില്ല വെച്ചാൽ അവരെ അപുഷ്പ എന്നാ പറയുക. വേണ്ട സമയത്ത് ഓവുലേഷൻ നടക്കണില്ലെങ്കിൽ. അതേപോലെ കാകവന്ധ്യ, അപ്പോൾ ഒരു പ്രസവം, ഒരു കുട്ടിയുണ്ടായി ആദ്യമേ തന്നെ, പിന്നെ കുട്ടികൾ ഉണ്ടാവണില്ല. അതിനെ കാകവന്ധ്യ എന്ന് പറയും. നമ്മൾ മറ്റേ ഒറ്റ കുട്ടിയായിട്ടുള്ള ഒരാൾക്ക് മുഴുവൻ പുണ്യം കിട്ടിയിട്ടില്ല എന്നാണ് പറയുക. 2 കുട്ടികൾ വേണം, ഒരാണും വേണം, ഒരു പെണ്ണും വേണം. അങ്ങനെയാണ്. അല്ലാത്തവർ കാകവന്ധ്യകളാണ്.
പിന്നെ വന്ധ്യ, പ്രസവിക്കില്ല, മച്ചി ആ രീതിയിലാണെങ്കിലും. പിന്നെ മൃതാർഭക, കുട്ടികളുണ്ടാവുക എന്നിട്ട് ചാവിള്ളിയാവുക. അതല്ല വെച്ചാൽ ഗർഭത്തിൽ തന്നെ അലസിപ്പോവുക. ഗർഭം അലസുന്നവരും മറ്റേ ഈ ചാവിള്ളി പ്രസവിക്കുന്നവരും കുട്ടികളുണ്ടായിട്ട് അപ്പം തന്നെ മരിച്ചു പോകുന്നവരും ഇങ്ങനെയൊക്കെ അമ്മമാരുണ്ട്. അവരും ഈ ദുഃഖം തീരാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഈ ഗർഭം അലസൽ ഒരു ഒരു ഘട്ടത്തിൻ്റെ ഉള്ളിൽ അലസുക, അതിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് അങ്ങനെയുണ്ട്. അതായത് അലസാൻ പറ്റില്ല എന്നിട്ടും അലസും, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്രവത് ഗർഭ എന്നുള്ളത് ആ ഗർഭത്തിൻ്റെ പൂർത്തീകരണത്തിന് മുന്നേ 1, 2, 3 മാസത്തിൻ്റെ ഉള്ളിൽ പോകുന്നത്, അലസിപ്പോകുന്നത്, അത് സ്രവത് ഗർഭയാണ്. ഇങ്ങനെയുള്ള നാരിമാർ ആരൊക്കെയാണോ ഉള്ളത് അവർ പ്രയത്നിച്ചും കുറച്ച് കഷ്ടപ്പെട്ടിട്ടും ഈ കഥ കേൾക്കണം എന്നാണ്. അപ്പോൾ ഋതുവാകാൻ താമസമുള്ളവർ, ഋതുവാകാത്തവർ, ഋതുവാകുമ്പോൾ അതിൻ്റെ ഓവുലേഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് വരാതെ, അതേപോലെ ഒരു പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിക്കാത്തവർ, ഇതുവരെ ഒന്നും പ്രസവിക്കാത്തവർ, മച്ചികളായിട്ടുള്ളവർ, കുട്ടികൾ ഉണ്ടായിട്ട് മരിച്ചു പോകുന്നവർ, ഗർഭമുണ്ടായി അത് കാലമെത്തുന്നതിന് മുന്നേ അലസിപ്പോകുന്നവർ, ഇവരൊക്കെ ഈ ഭാഗവത കഥയെ കേട്ടുകഴിഞ്ഞാൽ അവർക്കൊക്കെ സന്താനം ഉണ്ടാവാനുള്ള ഭാഗ്യം ഭഗവാൻ തരും. താൻ പാതി ദൈവം പാതിയാണ്. ഇതൊന്നും ഇല്ലാച്ചാലും ഭഗവാൻ തരും, അത് വേറെ വിഷയം. എങ്കിലും താൻ പാതി ദൈവം പാതി, കലികാലമാണല്ലോ. അപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിച്ചുകൊണ്ട് ഭാഗവത കഥയെ കേട്ടുകഴിഞ്ഞാൽ സന്താനത്തെ കിട്ടും. അതിനെന്ത് മാർഗമാണോ വേണ്ടത് വെച്ചാൽ ആ മാർഗത്തെ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് ചെയ്യുക. സന്താനത്തിനെയാണ് വേണ്ടത്. 13 തരം സന്താനങ്ങൾ, 18 തരം സന്താനങ്ങളുണ്ട് എന്തായാലും. അപ്പോൾ സന്താനങ്ങൾ ഏത് രീതിയിൽ സ്വീകരിച്ചാലും വേണ്ടില്ല, അവരെ നമ്മുടേതാക്കി തീർക്കുക. അപുഷ്പാകാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭാചയാ നാരി തയാ ശ്രാവ്യ പ്രയത്നതാം. ഇനി 56-ാമത്തെ ശ്ലോകം. ഏതേന വിധിനാ ശ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമ കഥാ ദിവ്യ കോടിയജ്ഞഫലപ്രദാം. ഇങ്ങനെ പലതരത്തിൽ വിധിപ്രകാരം ഭാഗവതത്തെ കേട്ട് പലതും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പല ദൈന്യതയുണ്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥാശ്രവണം, തീർത്ഥസ്നാനം, യോഗാനുഷ്ഠാനം, അതേപോലെ തന്നെ കർമ്മങ്ങൾ നമ്മൾ പലതും ചെയ്യും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഭാഗവത കഥ വെറുതെ കേട്ടിരുന്നാൽ മതി, ഫുള്ളായിട്ട് കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഈ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലമുണ്ട് എന്ന് അറിയൂ. കാരണം കോടി ജന്മങ്ങളിലുള്ള അല്ലെങ്കിൽ അത്രയും ശരീരങ്ങൾ ചെയ്തതായിട്ടുള്ള പാപങ്ങളെ മുഴുവൻ തീർക്കാൻ സാധിക്കും. ഏതേന വിധിന ശ്രാവേ, ഇത് ഈ ഭാഗവത കഥ വിധിപ്രകാരം കേൾക്കണം, അത് പ്രത്യേകം പറയുന്നുണ്ട്. യജ്ഞവിധി എന്ന് വെച്ചാൽ നമ്മളൊരു യജ്ഞവിധി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേദ്യം സഹസ്രനാമവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭാഗവതം വായിക്കണു, അതിൻ്റെ അതാത് സമയങ്ങളിലുള്ള അവതാരം, നേദ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സ്മരിക്കണു, നാമജപം, കീർത്തനം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു. അത് കഴിഞ്ഞാൽ കുറച്ച് അതിനെക്കുറിച്ച് പറയണു. അതേപോലെ തുടക്കവും ഒടുക്കവും, അതുപോലെ ഉച്ചയ്ക്കും ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ആ രീതിയിൽ ഒരു യജ്ഞവിധിയാണ്. അതേപോലെ ഇന്ന സമയത്ത് തുടങ്ങണം, ഇന്ന സമയത്ത് അവസാനിക്കണം, ഇന്ന കഥയാണ് രാവിലെ തുടങ്ങേണ്ടത്, ഇന്ന കഥയാണ് വൈകുന്നേരം അവസാനിക്കേണ്ടത്. ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. അപ്പോൾ ആ ചിട്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ, അത് മുഴുവൻ അതിൽ പങ്കാളിയായിട്ട് അത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ദുഃഖമായാലും അത് തീരും. അതാണ് ഏതേന വിധിനാശ്രാവേ തത് അക്ഷയ്യതരം ഭവേത്. അതൊരിക്കലും ക്ഷയിക്കുക എന്ന് സംഭവിക്കില്ല, അത്രയും കൂടുതൽ ഫലമാണ് അതിന്. അതേപോലെ അത്യുത്തമ കഥാദിവ്യ, കാരണം ഇത് അത്യുത്തമമാണ്. ഈ കഥ ദിവ്യമാണ്, കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായത്. കോടി യജ്ഞഫലപ്രദ, എത്രയോ അശ്വമേധാദി യജ്ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫലം കിട്ടുക? അത് മുഴുവൻ കിട്ടും.
അപ്പോൾ നമ്മൾ മുന്നത്തെ ജന്മത്തിലെ എല്ലാ പാപങ്ങളും തീർക്കാൻ ഭാഗവതത്തെ കേട്ടാൽ മതി. അപ്പോൾ എല്ലാ മാസവും ഇന്നിപ്പോൾ ധാരാളം സപ്താഹങ്ങളുണ്ട്, എല്ലാ മാസവും സപ്താഹമുണ്ട്. എവിടെയാണ് സപ്താഹമുള്ളത് വെച്ചാൽ അവിടെ പോകാൻ എന്നിട്ട് കേൾക്കുക, അത് ഒരു വഴി. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഭാഗവതത്തെ വായിക്കുക. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പ്രഭാഷണം ഇല്ല വെച്ചാൽ സംസ്കൃതം വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ വ്യാഖ്യാനം വാങ്ങിയിട്ട് വായിക്കുക. എല്ലാ മാസവും ഇത് തീർക്കണമല്ലോ വിചാരിച്ചിട്ട് കടപറാച്ചിട്ട് വായിച്ചിട്ട് ഒരു കാര്യമില്ല. വായിക്കേണ്ടത് അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കുക. അത് ഒരു കൊല്ലത്തിൽ ഒരു മുറ കഴിഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു മുറ ഈ അർത്ഥത്തോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിന് തന്നെയാണ് പ്രാധാന്യം. 12 സപ്താഹം ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് വായിച്ചു, അതിന് ഫലമില്ല എന്നല്ല പറയണം. പക്ഷെ അതിനേക്കാൾ ഫലമുണ്ട് ഒരു മുറ ഞാൻ വ്യാഖ്യാനത്തോട് കൂടിയിട്ട് മുഴുവൻ വായിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ സംഗ്രഹങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്. ഏതാ പുസ്തകം വെച്ചാൽ ഇഷ്ടമുള്ള പുസ്തകം വാങ്ങാം. ഭാഗവതം ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാഗവതത്തെ പറഞ്ഞതായിട്ടുള്ള ഗ്രന്ഥം, അതിൽ നമ്മൾ ഭഗവാനെ കാണാൻ സാധിക്കും. അതിൽ ഓരോ സ്തുതികളായാലും അവതാരങ്ങളായാലും ഉപദേശങ്ങളായാലും ഭഗവാന്റെ രൂപവർണ്ണനകളായാലും ഭക്തന്മാരുടെ അനുഭവത്തെ പറഞ്ഞതായാലും നമ്മൾ ഭഗവാനിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഇത് വിധിപ്രകാരം കേൾക്കണം. ഏതേന വിധിന ശ്രാവേ തത് അക്ഷയ്യതരം ഭവേത് അത്യുത്തമ കഥാ ദിവ്യ കോടി യജ്ഞ ഫലപ്രദ. ഇനി 56-ാമത്തെ ശ്ലോകം അപ്പം നമ്മൾ പറഞ്ഞത്. ഇനി 57-ാമത്തെ ശ്ലോകം. ഏവം കൃത്വാ വ്രതവിധിം ഉദ്യാപനമഥാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭി. നമ്മൾ ഇപ്പോൾ പുഷ്ടിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പുഷ്ടിപ്പെടുത്തുന്നത് നമ്മിലേക്ക് തന്നെ ചേർക്കണം. അപ്പോൾ ആ ചേർക്കലും കൂടി ആയാലേ പൂർണ്ണമാവുള്ളൂ. എല്ലാ വ്രത ഉപവാസാദി പൂജ എല്ലാറ്റിനും അതെ അതിൻ്റെ ഒരു ഫലത്തിൻ്റെ പൂർത്തി ഉണ്ടാവണം വെച്ചാൽ എന്ത് വേണം? അത് നമ്മിലേക്ക് തന്നെ അതിൻ്റെ തേജസ്സിനെ ചേർക്കണം. സാധാരണക്കാരായിട്ട് നമ്മളെന്താ ചെയ്യാം? അതിൽ പ്രസാദം കുറി നമ്മൾ തൊടും, അതേപോലെ തീർത്ഥം നമ്മൾ സേവിക്കും, അർച്ചിച്ച പുഷ്പങ്ങൾ നമ്മൾ ചൂടും, മാല തലയിൽ ഒന്ന് ചൂടും, അതേപോലെ പ്രസാദങ്ങൾ പായസായാലും നേദ്യായാലും അതൊക്കെ ഭക്ഷിക്കും. ഹോമാചാരത്തിൽ വെച്ചാൽ ആജ്യം സമ്പാദം ഉണ്ടാവും, അത് കഴിക്കും. ദേവനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കും. അത് ചെറുതായിട്ടുള്ള ആചാര്യന്മാരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കും. അവർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏവം കൃത്വ വ്രതവിധിം, ഇങ്ങനെയുള്ള ഈ വ്രതവിധിയെ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഉദ്യാപനം അഥ ആചരേത്. നമുക്ക് ഉദ്വസിക്കുക എന്നുള്ളത് ഇത്രയേ പറ്റുള്ളൂ. ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഉദ്വസിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉദ്വാസം എങ്ങനെയാണ്? ഈ പ്രസാദ സ്വീകരണം വഴിയാണ്, ആചാര്യൻ്റെ അനുഗ്രഹത്തെ വാങ്ങിക്കൊണ്ട്. അതാണ് ഉദ്വാസനം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇതിന് നേരിട്ട് ഉദ്വസിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് അതിനൊരു വിധി ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് ചെയ്യും. ആവാഹനം ഞങ്ങൾ ചെയ്യും, ഉദ്വാസനം ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയ പതിപ്പ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്, വിളക്ക് പൂജയ്ക്കൊക്കെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും ഈ പ്രസാദാദി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചതിൻ്റെ ശേഷമാണ്, നമസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് പൂർണ്ണമാവുള്ളൂ. ഇങ്ങനെ ഉദ്വാപനം അഥ ആചരേത്, ഇങ്ങനെ ഉദ്വസിക്കുകയും വേണം. തീർത്ഥം പ്രസാദവും കഴിക്കുന്നത് എന്തിന്? ഈ തേജസ്സിനെ നമ്മിലേക്ക് ആക്കാനാണ്. നമ്മുടെ ഈ ജീവൻ്റെ പുണ്യത്തിൻ്റെ പുഷ്ടി അതുതന്നെയാണ്, പാപത്തിൻ്റെ മുഴുവൻ നാശവും ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജന്മാഷ്ടമി വ്രതം ഇവ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഭഗവാന്റെ അവതാര ദിവസം ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം നമ്മളെന്താ ചെയ്യുക? സുഖമായിട്ട് സദ്യ ആണ് പതിവ്. ഭഗവാൻ പറയണത് അന്ന് നിങ്ങൾ ഉപവാസം ഇരിക്കുന്ന, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കഥകളെ പറയൂ. നമ്മളെന്താ ചെയ്യുക? അന്ന് സദ്യക്ക് ആഘോഷമായിട്ടും പലതൊക്കെ ചെയ്യും. ഘോഷയാത്രയും ഘോഷയാത്ര തെറ്റാന്നല്ല കേട്ടോ പറഞ്ഞത്, സദ്യ ഉണ്ടെങ്കിൽ തെറ്റാന്നല്ല പറഞ്ഞത്. എങ്കിലും പറയാണ് അത് മുഴുവൻ അന്നത്തെ ദിവസം മറ്റേ ഭാഗവതം വായിക്കാം, നാരായണീയം വായിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളെ പറയാം, പ്രഭാഷണങ്ങൾ ചെയ്യാം. അപ്പോൾ അതാ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്യണം. രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ, അങ്ങനെയൊക്കെ കണക്ക്. പകല മാത്രം പോരാന്നാണ്. രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ, ഇങ്ങനെ കണക്ക്.
അപ്പം അങ്ങനെ നാമജപായാലും വിരോധമില്ല. ഉറക്കൊഴിച്ചിരുന്നു കൊണ്ട് ഉപവാസം ഇരുന്നു കൊണ്ട് സദ്യ കൊണ്ടോളൂ, കുഴപ്പമില്ല. ആ രീതിയിലൊക്കെ മതി, കാര്യങ്ങൾ നടന്നാൽ മതി. ഇങ്ങനെ ജന്മാഷ്ടമി വ്രതം വ്രതത്തിന് പല നിയമങ്ങളുണ്ട്. പല നിയമങ്ങളും വയ്ക്കാനുള്ള കാരണം മറ്റു പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ്. നമ്മൾ ആ ബോധത്തിലാണെങ്കിൽ ഈ ആഹാരവർജ്യം എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ആഹാരം മാറ്റേണ്ടായിട്ടൊരു കാര്യമില്ല. അപ്പോൾ ആഹാരം മാറ്റാനും നിൽക്കണ്ട, കുറച്ച് കഴിച്ചാൽ മതി. 5 നേരം കഴിക്കുന്നത് ഒറ്റ നേരമാക്കി ചുരുക്കുക. 5 ചട്ടുകൻ ചോറ് കഴിക്കുന്നത് ഒറ്റ ചട്ടുകായിട്ട് ചുരുക്കുക. അപ്പോൾ ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചാൽ കഴിച്ചു എന്ന് പറയുകയും ചെയ്യാം, ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറഞ്ഞോളൂ. നുണയൊന്നാവില്ല. നമ്മുടെ ശരീരത്തിന് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടാണ്. വയറ് കളിച്ച ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ആഹാരമാണ് പരിഹാരം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് രോഗിയാവുമൊന്നും വേണ്ട. ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയാണ് വേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അത് ദൈവനിഷേധമാവുമോ? നിഷേധമാവില്ല. നമ്മുടെ മനസ്സാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ ഇത് ചെയ്തത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ വിധി നിഷേധമുണ്ടോ എനിക്കറിയില്ല. സമസ്താപരാധം ക്ഷമസ്വ. മൂക്കറ്റം 3 കഴിച്ചിട്ട് 5 ചട്ടം ചോറ് എന്നുള്ളത് 6 ചട്ടം ചോറ് കഴിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇത് അങ്ങനെ ചെയ്ത് അങ്ങനെ പറയരുത്, നിഷേധമാവരുത്. മറിച്ച് ഒരു ചട്ടം കഴിച്ചു, അത് ഈ വയറ് കളിച്ച് അത് ഒഴിവാവാനാ, ഷുഗറും പ്രഷറും എന്താ വെച്ചാൽ പരിഹരിക്കാനാ. അതിന് ഭഗവാന് വിരോധം ഉണ്ടാവില്ല. ഭഗവാൻ എല്ലാ ഭക്തന്മാരോടും വേണ്ട രീതിയിൽ അനുഭവിച്ചോളൂ എന്നാണ് പറഞ്ഞത്. സുധാമാവിനോട് അതന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ജന്മാഷ്ടമി വ്രതം അവിടെ ഈ വ്രതങ്ങൾക്കൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനെ നിങ്ങൾ ഒഴിവാക്കണം. അതല്ല വേണ്ടത്. കർത്തവ്യം ഫലകാംക്ഷിഭി. ഫലത്തെ ആഗ്രഹിക്കുന്നവരാണ്, സുഖിക്കാനാണ് നമ്മളിത് ചെയ്യണത്. സകാമ ഭക്തന്മാരാ. അപ്പോൾ കർത്തവ്യമായിട്ട് കടമയായിട്ട് ഇത് ചെയ്യണം. അത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇയാൾ ഊണൊക്കെ കഴിച്ച് അങ്ങനെ പറയുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിയില്ലാത്തതെന്ന് ഞാൻ പറയാം. ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത കിട്ടാത്ത ഒരു പ്രവൃത്തി ചെയ്തിട്ട് കാര്യമില്ല. ഉപവാസമായിട്ടും കാര്യമില്ല, പൂജയായിട്ടും കാര്യമില്ല, യാഗമായിട്ടും കാര്യമില്ല. വെറുതെ നാമം ജപിച്ചിരുന്നാൽ കുഴപ്പമില്ല. അതാണ് കൂടുതൽ ഉത്തമം. മനസ്സ് ശുദ്ധാവേ, മറ്റത് മനസ്സ് അശുദ്ധാവും, കന്മഷാവും, പല കാരണങ്ങൾ ചിന്തിക്കും, ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് വിധിയോട് കൂടിയിട്ട് ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ അശ്വമേധാദി യാഗങ്ങളെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഫലമുണ്ട്. അവർക്ക് ഇന്ന ഇന്ന പാപങ്ങൾ, ഇന്ന ഇന്ന രോഗങ്ങൾ, ഇന്ന ഇന്ന പോരായ്മകൾ, ഇന്ന ഇന്ന ന്യൂനങ്ങൾ അത് മുഴുവൻ പരിഹരിക്കാൻ ഈ ഭാഗവതത്തെ വിധിപ്രകാരത്തിൽ കേട്ടാൽ മതി. അതിൻ്റെ ഫലം അക്ഷയ്യമാണ്, കോടിയജ്ഞ ഫലമാണ് കിട്ടുക. അതേപോലെ തന്നെ ഇത് ജന്മാഷ്ടമി വ്രതം നോറ്റ് കഴിഞ്ഞാൽ എന്ത് ഫലമാണോ കിട്ടുക അത് കിട്ടുക തന്നെ ചെയ്യും. കർത്തവ്യം പോലെ അത് നമ്മൾ ചെയ്യുകയും വേണം. എല്ലാ ദിവസവും അതേപോലെ ഇരിക്കണം, ഉപവാസം ഇരിക്കണം. അതാണ് ഏകവാരം ഭുക്കുക. ഒരു നേരം ഊണഴിച്ചാൽ മതി എന്നൊക്കെ പറയാനുള്ള കാരണം അതാ. അത് കുറച്ച് കഴിച്ചാൽ മതി. ജലാഹാരത്തിൽ തന്നെ കട്ടിയാഹാരമുണ്ട്. ജലാഹാരത്തിൽ ഈ ലൈറ്റായിട്ട് പച്ചവെള്ളം കുടിക്കാച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും പാലും ചായയൊക്കെ കുടിച്ചാൽ പ്രശ്നമാവും. ചില പാനീയങ്ങൾ കാഠിന്യവും. അപ്പോൾ അത് വയ്യ. അതേപോലെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒരു ചട്ടയും ചോറേ കഴിക്കാവൂ. അതിന് വേണ്ട കൂട്ടാനും ഉപരി കഴിക്കാവൂ. അപ്പോൾ കുറയ്ക്കണം എന്നർത്ഥം. ഒരു ദോശ തിന്നാൽ മതി, ഒരു നേന്ത്രപ്പഴം തിന്നാൽ മതി, 2 ചെറുപഴം മൈസൂരി പഴം തിന്നാൽ മതി, ഒരു പൂവമ്പഴം തിന്നാൽ മതി. ഇതൊക്കെ ഒരു മീഡിയം മാത്രമേ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാവണം, മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത ഉണ്ടാവണം. അപ്പോളേ നമുക്ക് ഈ ബന്ധുങ്ങളിൽ നിന്ന് ബന്ധം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യവും വേണം. സന്തോഷം, സ്വാതന്ത്ര്യം, സമത്വമല്ല. സന്തോഷം, സ്വാതന്ത്ര്യം, സ്വസ്ഥതയാണ് വേണ്ടത്. സമത്വം നമ്മൾ ആ കേൾക്കുന്നതിൻ്റെ ഭാവത്തിൽ മാത്രമേ വേണ്ടൂ. ഏവം കൃത്വ വ്രതവിധിം ഉദ്യാപനം അഥാചരേത്. അപ്പോൾ ഈ പ്രസാദാദി സ്വീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അത് കൊടുത്തുകൊണ്ട് മേടിക്കണം. ജന്മാഷ്ടമി വ്രതം അതേപോലെ ജന്മാഷ്ടമി വ്രതത്തെ എങ്ങനെയാണോ നമ്മൾ ആരംഭിക്കുന്നത്, എങ്ങനെയാണോ അത് അവസാനിപ്പിക്കുന്നത്, ആ ദീക്ഷ, കൃഷ്ണദീക്ഷ എങ്ങനെയാണോ എടുക്കുന്നത് അത് കർത്തവ്യമായിട്ട് തന്നെ ചെയ്യണം. എല്ലാ ഫലകാംക്ഷികളും ആഗ്രഹത്തെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കാമപൂരണത്തിന് വേണ്ടിയിട്ട് കഥയെ ശ്രവിക്കുക.
ഏവം കൃത്വാ വ്രതവിധിം ഉദ്യാപനമഥാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭീം. അപ്പം ഈ ഉദ്വാസനം എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടുന്നതായിട്ടൊരു പ്രവൃത്തിയാണ്. നമ്പൂരി ചെയ്യണ പോലെ തന്നെ ഇക്കും ചെയ്യണം എന്ന് പറയണ്ട. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തീർത്ഥം, പ്രസാദം, കുറിയിടാള്, പൂവ്, നേദ്യം, കഴിക്കാനുള്ളത് നേർച്ച എന്താ വെച്ചാൽ അത് ഇന്നത് തന്നെയൊന്നുമില്ല. താമ്പൂലായാലും ശരി കഴിക്കണം. അതേപോലെ പ്രദക്ഷിണ നമസ്കാരാദികൾ അതൊക്കെ ഈ പാരധൂളി അവരുണ്ടാവേ. അതാണ് നമസ്കരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നമസ്കരിക്കുക മാത്രമല്ല, ഇങ്ങോട്ട് പാരധൂളി കിട്ടും, നമ്മളറിയാതെ തന്നെ കിട്ടണതാ. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനി താനി താനി പ്രണശന്തി പ്രദക്ഷിണ പതേ പതേ എന്നാണ്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മളറിയാതെ കണ്ട് പാപം ഇങ്ങനെ തീർന്നു പോകുന്നുണ്ട്. അത് നമ്മൾ അറിയണില്ല. അപ്പോൾ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ഇതിൽ പെട്ടതാ. അതേപോലെ മേശാന്തിക്കായാലും ഈ പൈസ കൊടുക്കുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള പാപങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഭഗവാന്റെ സഹായത്തെ ഒരു ഏജൻ്റാണല്ലോ മേശാന്തി. അപ്പോൾ ആ രീതിയിൽ ഏൽപ്പിക്കുകയാണ്. ബ്രാഹ്മണന് ദാനം ചെയ്യുക, ദീനർക്ക് ദാനം ചെയ്യുക. അപ്പോൾ അതിനെ ഈ ഒരു കച്ചവടമായിട്ട് വയ്ക്കുമ്പോഴാണ് പ്രശ്നം. കച്ചവടം അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ദാനം വാങ്ങാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് 4 പുറം നടക്കണതാണ്, അതൊരു കച്ചവടമാണ്. അതിൽ ആരാ യഥാർത്ഥത്തിൽ ദൈന്യത അനുഭവിക്കണമെന്ന് വെച്ചാൽ അറിയില്ല. അതൊക്കെ പ്രശ്നമാണ്. ഇതങ്ങനെ കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും. അപ്പോൾ അവിടെ വേണമെന്ന് വെച്ചില്ല, അത് കൊടുക്കണ്ടെന്നാണ് പക്ഷം. ഞാൻ കൊടുക്കരുതെന്നാണ് പറയാറ്, ദാനം കൊടുക്കരുതെന്നാണ് പറയാറ്. അതിൻ്റെ കാരണം ഇതാണ്, വ്യയം ശരിയാവില്ല, അതാ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യണ്ട. ഈ ഒന്ന് പാത്രം അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് അമ്പലത്തിലേക്ക് കൊടുക്കുമ്പോൾ പൈസയായിട്ട് കൊടുക്കണ്ട, സാധനമായിട്ടാണ് കൊടുത്തോളൂ. പൂജാപാത്രം കൊടുത്തോളൂ. മറ്റേ നിർമ്മാണ പ്രവർത്തനം വെച്ചാൽ അതിനുള്ള സാമഗ്രികളെ കൊടുത്തോളൂ. അങ്ങനെ ഓരോന്നുണ്ടല്ലോ. അങ്ങനെ ഈ ഉപകരണമായിട്ട് കൊടുക്കുക, പാത്രങ്ങളായിട്ട് കൊടുക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൃത്യമാവുക വെച്ചാൽ അതേ പ്രകാരത്തിൽ കൊടുക്കാം. നമ്മുടെ പേര് എഴുതി വെക്കണമെന്നില്ല. അപ്പോൾ അതും പ്രശ്നമാണ്, അത് വേണ്ട. ഇങ്ങനെ ഈ ഒരു യജ്ഞത്തിൻ്റെ സമാപനം എങ്ങനെയാണ്? അപ്പോൾ ദാനം കൂടി ഇതിൽ പെട്ടതാണ്, അതുകൊണ്ട് അത് പറയാനുള്ള കാരണം. അങ്ങനെ ജന്മ അഷ്ടമി, ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ ഇങ്ങനെ എപ്രകാരത്തിലാണോ ചിങ്ങമാസ അഷ്ടമി രോഹിണി നമ്മൾ ഉപവസിക്കാറ് വെച്ചാൽ അതേപോലെ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഭാഗവത കഥകൾ വായിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ തുടക്കത്തിൽ ഈ യജ്ഞവിധിക്കുള്ള മുഴുവനും ചെയ്യണം. അവസാനിപ്പിക്കുമ്പോൾ ഈ ദാനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വീകരണങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവസാനിപ്പിക്കണം. അങ്ങനെ എല്ലാ ദിവസവും ഈ ഭാഗവതം കേൾക്കുന്ന ഒരാൾ ഈ യജ്ഞവിധിയെ ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്താണോ ആഗ്രഹിച്ചാൽ അത് നടക്കും. ഏവം കൃത്വ വ്രതവിധിം ഉദ്യാപനമഥാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭീം. ഇപ്പം നമ്മൾ 57-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. 15-ാമത്തെ ഭാഗം 4 ശ്ലോകം പറഞ്ഞു. 54, 55, 56, 57. ഇനി 58-ാമത്തെ ശ്ലോകം അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.